നമസ്കാരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി ഇന്ത്യയെ നട്ടം തിരിക്കുകയാണ് സൗദി. എന്നാൽ പെട്രോളിയത്തിൻ്റെ മാത്രം ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകാൻ ആകില്ല എന്നാണ് സൗദി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമാനത്തിനായി ഒരു പുതിയ മാർഗം നോക്കുകയാണ്. സമീപകാലത്ത് സാമ്പത്തിക രംഗത്ത് ഉണ്ടായ വലിയ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് പുതിയ മാറ്റത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത് സൗദി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പുതിയ സൗദി എന്ന നയം അതിവേഗം നടപ്പാക്കുകയാണ്. അതിനായി ആണവ നിലയങ്ങൾ സജീവമാക്കാനാണ് സൗദിയുടെ പുതിയ തീരുമാനം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായ യുറേനിയം സമ്പുഷ്ടീകരിക്കുകയും അത് വിൽക്കുകയും ചെയ്യുമെന്നും സൗദി ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ വ്യക്തമാക്കി. ഈ പുത്തൻ പ്രഖ്യാപനം മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ആണവ റിയാക്ടർ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യുറേനിയം പൗഡർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനാണ് സൗദിയുടെ തീരുമാനം. ആണവ വികിരണത്തിന് സാധ്യതയുള്ള പ്രവൃത്തിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പെട്രോളിയം ബിസിനസ് കൈവിട്ടു പോയാലും യുറേനിയം കയറ്റുമതിയിലൂടെ വൻ ലാഭം കൊയ്യാമെന്നാണ് സൗദിയുടെ കണക്കുകൂട്ടൽ. ആണവോർജ്ജത്തിൽ സൗദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അമേരിക്കയുമായി ഇക്കാര്യത്തിൽ സൗദി ചർച്ച നടത്തിയിരുന്നു. നിലവിൽ UAEക്കും ഇറാനും മാത്രമാണ് മേഖലയിൽ ആണവോർജ്ജ നിലയങ്ങളുള്ളത്. ഈജിപ്തും തുർക്കിക്കും സ്വന്തമായി നിലയം സ്ഥാപിക്കുവാനുള്ള ആലോചനയിലാണ്. ഇസ്രായേലിനും രഹസ്യ ആണവ പദ്ധതി ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. UAEക്ക് ഒരു ആണവോർജ്ജ നിലയമാണുള്ളത്. രണ്ടാമത്തേത് നിർമ്മിക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ UAEയിൽ മൊത്തം ആണവ റിയാക്ടറുകളുടെ എണ്ണം 8 ഉയരും. എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ആലോചിക്കുന്നില്ല എന്നാണ് UAE പറഞ്ഞിട്ടുള്ളത്. ഈ വേളയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നും വിൽക്കുമെന്നുമുള്ള സൗദിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താറുണ്ട്. ഇറാന്റെ ഈ നീക്കത്തെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും എതിർക്കുകയും ഉപരോധം ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സൗദിയുടെ നീക്കം അമേരിക്കയും യൂറോപ്പും നിരീക്ഷിച്ചു വരികയാണ്. ഊർജ്ജ മേഖല വൈവിധ്യവൽക്കരിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ തങ്ങളും നിർമ്മിക്കുമെന്ന് നേരത്തെ കിരീടാവകാശി ബിൻ സൽമാൻ പറഞ്ഞിരുന്നു. കുറഞ്ഞ ശേഷിയുള്ള ആണവ റിയാക്ടർ പ്രവർത്തനക്ഷമമാക്കാൻ സൗദി അറേബ്യയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അനുമതിയുണ്ട്. ഇതിന്റെ തോത് സദാസമയം ഏജൻസി നിരീക്ഷിക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.